ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട 3 പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതിലൊന്നാമത്തേതാണ് ഇപ്പോൾ പ്രകാശനം ചെയ്യപ്പെട്ടത്, ടൈംലെസ് സ്റ്റോറീസ് ഇൻ ഹോളി ഖുർആൻ. ഖുർആനിലുള്ള അനശ്വരമായ കഥകൾ അഥവാ ഖുർആനെ ഉപജീവിച്ച് എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി വിശേഷിച്ച് ഉപകാരപ്പെടുന്ന കഥകളാണ്. VT അബ്ദുൽ മലിക്കാണ് അതെഴുതിയത്. അതിൻ്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. മറ്റൊന്ന് ഗൈഡൻസ്, ബിഗിനേഴ്സ് ഗൈഡ്, തുടക്കക്കാർക്കുള്ളൊരു ഗൈഡ്, വിശുദ്ധ ഖുർആൻ വായിക്കാൻ തുടങ്ങുന്നവർക്കുള്ള ഒരു പ്രവേശിക എന്ന് പറയാവുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിൽ എഴുതിയത് AK അബ്ദുൽ മജീദ്. അതിവിടെ പ്രകാശനം ചെയ്യപ്പെടും ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന് ഒരു വിദേശ സുഹൃത്ത് കവി എഴുതിയിട്ടുള്ള പുസ്തകമാണ് അൽ ഫാത്തിഹ. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും വ്യാഖ്യാനവും ആണ്. ഞാൻ ഫാത്തിഹയിൽ നിന്ന് തുടങ്ങുകയാണ്. 2 വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഫാത്തിഹ എന്ന് പറയുന്നത് നമ്മൾ ദിവസം 17 പ്രാവശ്യം നിർബന്ധമായിട്ടും പിന്നെ ഐച്ഛികമായിട്ട് പിന്നെയും ഒരുപാട് പ്രാവശ്യവും ദിനേന പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. അതിനർത്ഥവും നമുക്കറിയാം, സാമാന്യമായ അർത്ഥം എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പ്രത്യേകത അതിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും പാരായണം ചെയ്യാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് എന്നതാണ്. അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചാൽ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ഏത് കാലത്തും ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കാൻ പറ്റിയ വാക്യങ്ങളാണ് അതിലുള്ളത്. ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് അത് ഈ പറഞ്ഞ ഒരു കോണിലൂടെ അത് ഒന്ന് പാരായണം ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോൾ ഒട്ടനേകം പ്രാർത്ഥനകളിൽ, പ്രാരംഭ പ്രാർത്ഥനകളിൽ ഇതിനേക്കാൾ പ്രസക്തമായ ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അത്രമാത്രം ആഗോള അല്ലെങ്കിൽ സർവകാല പ്രസക്തിയുള്ള, സാർവജനീന പ്രസക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് അത്. ഈ ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഖുർആൻ്റെ സമകാലികത എന്നതാണ്. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു കുറച്ച് നേരം. വെറുതെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്? ഖുർആൻ്റെ ഭാഷ നമ്മൾ 3 കാലം പ്രധാനമായിട്ട് പറയാറുണ്ട്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറാണ്. അതിൽ ഏത് കാലത്താണ് സംസാരിക്കുന്നത്? എല്ലാം കാലത്തെക്കുറിച്ചും ഖുർആൻ അതിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഖുർആനിലെ ഒരു വാക്യവും ഒരു കാലത്ത് പരിമിതപ്പെട്ട് നിൽക്കുന്നില്ല എന്നതാണ്. എല്ലാ കാലവും ഖുർആൻ ഭൂതകാലം പറഞ്ഞാലും വർത്തമാനകാലം പറഞ്ഞാലും ഫ്യൂച്ചർ പറഞ്ഞാലും അത് ഫ്യൂച്ചറിസ്റ്റിക് മീനിങ് ഉള്ളതാണ്. ഭാവി കാല മീനിങ് ഉള്ളതാണ്, അല്ലെങ്കിൽ കാലാതീതമായിട്ടുള്ള അർത്ഥമുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. മിക്കവാറും ആളുകളൊക്കെ സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ടാകും. അതിൻ്റെ അവസാനത്തിൽ വരുന്ന ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമായിരിക്കും. കുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. ബഹ്ർ മുഴുവൻ, സമുദ്രങ്ങൾ മുഴുവൻ മഷിയായി സങ്കല്പിക്കുക. അതെല്ലാം ഉപയോഗിച്ച് ഖുർആൻ്റെ അർത്ഥവും വിശദീകരണവും എഴുതി. എന്നാലും ഖുർആൻ്റെ വിശദീകരണം തീരുകയില്ല. മഷി തീർന്നാലും തീരുകയില്ല. അത്ര തന്നെ സപ്തസമുദ്രങ്ങൾ വീണ്ടും കൊണ്ടുവരപ്പെട്ടാലും തീരുകയില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ എത്ര വിശദീകരണം എഴുതി, എത്ര അധികം ചിന്തിച്ചു ഖുർആനെ സംബന്ധിച്ച്. ഇനി എത്ര ചിന്തിക്കാനിരിക്കുന്നു?
അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഫ്യൂച്ചറിസ്റ്റിക് എന്നതിൻ്റെ മറ്റൊരു മീനിങ്ങും എനിക്ക് ചിന്തിച്ചപ്പോൾ കിട്ടി. അതായത് നമുക്കൊരു ഭാവിയുണ്ട് എന്ന് മനുഷ്യരായ നമുക്ക് 75 വർഷം അല്ലെങ്കിൽ 82 വർഷം, ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി പറയുന്നത് ആവറേജ്, ലോക ആവറേജ് 82 ഒക്കെയാണ്. സ്ത്രീകൾക്ക് അതിനേക്കാൾ കുറച്ച് കൂടുതലുണ്ടാവും. അതിനേക്കാൾ അപ്പുറത്തും നമുക്ക് ജീവിതമുണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ ഖുർആനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സും നമ്മുടെ ജീവിതവും ഒക്കെ നീട്ടിത്തന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അനശ്വരമായ കാലം, ഖാലിദീന ഫീഹ. വിശുദ്ധ ഖുർആൻ നമ്മുടെ കാലത്തെ സംബന്ധിച്ച് പറഞ്ഞത് അതാണ്. നമുക്ക് ഖാലിദീന ഫീഹ, അനശ്വരമായ ഒരു കാലം. മരണം എന്നത് അനശ്വരമായ കാലത്തേക്കുള്ള ഒരു നീൾച്ചയാണ്, ഒരു വളർച്ചയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അർത്ഥവത്തായ ആശയങ്ങൾ വിശുദ്ധ ഖുർആനിൽ അന്തർലീനമാണ്. വളരെ പിന്നെ ഉപരിതലത്തിൽ തന്നെ കാണുന്ന, എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ചു പോകുമൊന്നും വേണ്ട, ഉപരിതലത്തിൽ തന്നെ കാണുന്ന പിന്നെ അർത്ഥങ്ങളും ആശയങ്ങളുമാണ് പറയുന്നത്. കാലബന്ധിതമല്ല, ഭാവി കാലത്തേക്ക് വളർന്നു നിൽക്കുന്ന, നീണ്ടു കിടക്കുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആൻ്റെ എല്ലാ ആശയങ്ങളും എന്നതാണ്. ആശയങ്ങൾ, ആശയതലത്തിലുള്ള അതിൻ്റെ പ്രസക്തി ഇവിടെ മാഹിൻ സാഹിബ് ഇവിടെ വിശദീകരിച്ചു. 8-10 കാര്യങ്ങൾ പറഞ്ഞു. ആ 8-10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള സത്യം, നീതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായി. അടിസ്ഥാനപരമായിട്ടുള്ള എന്നും നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നും അപ്രസക്തമായി പോകുന്നില്ല, ഒന്നും കാലഹരണപ്പെട്ടു പോകുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഉള്ള ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ഒരു ആയത്ത് മതിയാവും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ ക്രമീകരിക്കാൻ. ചിലപ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ രാവിലെ നിസ്കരിച്ചു വന്നു കഴിഞ്ഞാൽ സമയം കൂടുതലില്ലെങ്കിൽ ഖുർആൻ എടുത്തിട്ട് ഒരു പേജ് ഇങ്ങനെ ഒരു ലോട്ടറി എടുക്കും പോലെ ഒരു എടുക്കലുണ്ട്. അങ്ങനെ ഒറ്റ പേജ് അപ്പോൾ വായിക്കാൻ നേരണ്ടോൾ വായിക്കുകയും ചെയ്യും. ആ ഒറ്റ പേജിൽ തന്നെ എല്ലാ ഖുർആൻ്റെ ആശയങ്ങളും അതിൽ അന്തർലീനമായിരിക്കും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. എല്ലാ ദിവസവും ചെയ്യേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ 1-2-3 പ്രാവശ്യം ചെയ്ത് നോക്കുന്നുണ്ട്. ഒറ്റ ആയത്ത് ഒരു മറിച്ചെടുക്കുക, ഒരു പേജ് എടുക്കുക, ആ പേജ് ആ അർത്ഥം നിങ്ങൾക്കറിയുമെങ്കിൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആ പേജിലെ അർത്ഥം മാത്രം മതിയാകും നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനമായിട്ട്. വിശുദ്ധ ഖുർആനിൽ ചില ചെറിയ സൂറത്തുകളെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം മതി, ഖുർആനിൽ വേറൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇത് മാത്രം മതി. വൽ അസ്ർ എന്ന സൂറത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരു പേജ് മതി, ചിലപ്പോൾ ഒരു ആയത്ത് മതി. അത്രമാത്രം ആശയസമ്പന്നമാണ്, സമ്പുഷ്ടമാണ്, പൂർണ്ണതയുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ പിന്നെ വാക്യങ്ങൾ, സൂറകൾ, മൊത്തത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ, മറ്റൊരു ഗ്രന്ഥത്തിനുമില്ലാത്ത പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനിനുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം എവിടെയും പിടുത്തം തരാത്ത രീതിയിലുള്ള അധ്യായത്തിൻ്റെ പേരും അതിൻ്റെ ഉള്ളടക്കവും, അധ്യായത്തിലുള്ള ഓരോ ആയത്തുകളുടെയും ക്രമങ്ങൾ, അതിങ്ങനെ വരുന്ന അർത്ഥക്രമങ്ങൾ, കുറച്ച് കാര്യം കുറച്ച് നേരം പറഞ്ഞതിന് ശേഷം വിട്ടു, ആ വിഷയം വിട്ടു, അടുത്ത വിഷയത്തിലേക്ക് പോകും, പെട്ടെന്ന് പോകും. ജീവിതം അങ്ങനെയാണ്, ജീവിതം അങ്ങനെയാണ്. നമ്മുടെ ജീവിതം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും അങ്ങോട്ട് ചാടി, എങ്ങനെയാണോ മനുഷ്യ ജീവിതമുള്ളത്, മനുഷ്യപ്രകൃതമുള്ളത്, ആ മനുഷ്യപ്രകൃതത്തിനും മനുഷ്യ ജീവിതത്തിനും അനുസൃതമായ തരത്തിലാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ പിന്നെ ക്രമം, അല്ലെങ്കിൽ ക്രമമില്ലായ്മ, അല്ലെങ്കിൽ പൂർണ്ണത, അല്ലെങ്കിൽ അതിൻ്റെ അപൂർണതയിലൂടെ പൂർണ്ണത. അപൂർണതയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ആശയം ഈയിടെ വായനയിൽ നിന്ന് എനിക്ക് കിട്ടി. അപൂർണത എന്നത്, നമ്മൾ പൂർണ്ണത എന്ന് പറയുന്നതൊക്കെ തന്നെയും അപൂർണതയാണ്. ആ അപൂർണത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആ ക്രിയേറ്റിവിറ്റിയെ, മനുഷ്യൻ്റെ ബുദ്ധിയെ, മനുഷ്യൻ്റെ ആലോചനയെ,
മനുഷ്യൻ്റെ വളർച്ചയെ, വികാസത്തെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു പ്രപഞ്ചത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ് എന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ മനുഷ്യനിവിടെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. എല്ലാ പൂർണ്ണതകൾക്കപ്പുറത്തും ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതകളുടെ, ആശയങ്ങളുടെ പൂർണ്ണതകളുടെ, സത്യത്തിൻ്റെ പൂർണ്ണതയുടെ, നീതിയുടെ പൂർണ്ണതയുടെ മഹാപൂർണ്ണതയാണ് വിശുദ്ധ ഖുർആൻ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറയുമ്പോൾ ആ മഹാപൂർണ്ണതയുടെ പരിസമാപ്തിയാണ് അർത്ഥമാക്കുന്നത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.